സ്വകാര്യ യൂണിവേഴ്സിറ്റികൾക്ക് അനുമതി നൽകാനുള്ള തീരുമാനം വിദ്യാഭ്യാസ കച്ചവടത്തിനല്ല മേഖലയുടെ മികവിനാണ് പ്രാധാന്യം നൽകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കെ വി അബ്ദുൽ ഖാദർ സിപിഎം ജില്ലാ സെക്രട്ടറി. പാർട്ടി ഏൽപ്പിച്ച ദൌത്യം ഉത്തരവാദിത്വത്തോടെ പൂർത്തിയാക്കുമെന്ന് കെ വി അബ്ദുൽ ഖാദർ. സ്വകാര്യ സർവകലാശാല ബില്ല് തയ്യാറാക്കിയതായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദു. നിലവിലുള്ള സർവകലാശാലകളുടെ നിയമങ്ങളെ കാലാനുസൃതമായി പരിഷ്കരിക്കുന്നതിനുള്ള ബില്ലും ക്യാബിനറ്റ് അംഗീകരിച്ചിട്ടുണ്ടെന്ന് മന്ത്രി. ഇന്ത്യയിലെ ആദ്യ വനിതാ സ്കൂബ ഡൈവിംഗ് ടീമിന്റെ പരിശീലനം പൂർത്തിയായി. ജലാശയ അപകടങ്ങളുടെ തോത് കുറയ്ക്കാൻ ബോധവൽക്കരണം തുടരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൊടകരയിൽ പൂട്ടിക്കിടന്ന വീട്ടിൽ വൻ കവർച്ച. 50 പവനോളം സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയി. മോഷ്ടാക്കൾ വീടിനകത്ത് കടന്നത് ജനൽ കമ്പികൾ അറുത്തുമാറ്റി. പെരുമ്പിലാവ് പൊതിയഞ്ചേരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിനിടെ ആനയിടഞ്ഞു. ഐനിക്കുളങ്ങര മഹാദേവൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ആനയുടെ ചങ്ങലയിൽ കുടുങ്ങി ഇരുചക്ര വാഹനങ്ങൾക്ക് കേടുപാടുകൾ പറ്റി. ജില്ലയിൽ വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 2 മരണം. മതിലകത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ചും ചൂണ്ടലിൽ ബസും ബൈക്കും കൂട്ടിയിടിച്ചും ബൈക്ക് യാത്രികർ മരിച്ചു. വേലുപാടത്ത് കാട്ടുപന്നി ബൈക്കിന് കുറുകെ ചാടി ദമ്പതികൾക്ക് പരിക്കേറ്റു. വടക്കാഞ്ചേരി തെക്കുംകരയിൽ കാന നിർമ്മാണത്തിൽ അശാസ്ത്രീയതയെന്ന ആരോപണം. പ്രതിഷേധവുമായി പ്രദേശവാസികൾ. നമസ്കാരം. വാർത്തകൾ വിശദമായി. സ്വകാര്യ യൂണിവേഴ്സിറ്റികൾക്ക് അനുമതി നൽകാനുള്ള തീരുമാനത്തിൽ ഉറച്ച് സംസ്ഥാന സർക്കാർ. ഇതുവഴി വിദ്യാഭ്യാസ കച്ചവടത്തിനല്ല മേഖലയുടെ മികവിനാണ് പ്രാധാന്യം നൽകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സിപിഎം ജില്ലാ സമ്മേളനത്തിന് സമാപനം കുറിച്ച് കുന്നംകുളത്ത് നടന്ന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വകാര്യ യൂണിവേഴ്സിറ്റികൾക്ക് അനുമതി നൽകാനുള്ള സർക്കാർ തീരുമാനത്തെ എതിർക്കുന്ന UDF-നെ വിമർശിച്ചുകൊണ്ടായിരുന്നു വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ മറുപടി. UDF-ന്റെ ഭരണകാലത്ത് തകർന്ന സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ രംഗം ശക്തിപ്പെടുത്തുകയാണ് LDF സർക്കാർ ചെയ്തത്. LDF-ഉം സർക്കാരും എന്ത് ചെയ്താലും അത് സാമൂഹ്യാധിഷ്ഠിതമായിരിക്കും. അതുകൊണ്ട് വല്ലാതങ്ങ് വിമർശിക്കേണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. വിദ്യാഭ്യാസ കച്ചവടത്തിന്റെ അവസരമൊരുക്കി കൊടുക്കുകയല്ല, എന്നാൽ വിദ്യാഭ്യാസ രംഗത്ത് കൂടുതൽ മികവ് നേടുന്നതിനാവശ്യമായ ഇടപെടൽ ഉണ്ടാവുക എന്ന് പ്രധാനമാണ്. അപ്പോൾ സ്വകാര്യ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഉയർന്നു വന്നപ്പോൾ അത് അനുവദിക്കുന്നതാണ് നല്ലത് എന്ന നിലപാട് ഞങ്ങൾ എടുത്തു. അനുവദിക്കുമ്പോൾ കേരളത്തിൻ്റെതായ പ്രത്യേകതകൾ സൂക്ഷിക്കണം. സാമൂഹ്യ നീതി ശരിയായ രീതിയിൽ പ്രതിഫലിപ്പിക്കാനാവണം. അതിനുള്ള വ്യവസ്ഥകൾ ബില്ലിൽ ഉണ്ടാവുക എന്താണ് പ്രധാനം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കുള്ള റിസർവേഷൻ, അവരുടെ ഫീസ് നിരക്ക്, ഈ കാര്യങ്ങളെല്ലാം കൃത്യമായി വ്യവസ്ഥ ചെയ്യപ്പെടണം. അതോടൊപ്പം പൊതുവായ റിസർവേഷൻ, അതുമായും വ്യക്തത ഉണ്ടാക്കണമെന്ന് തന്നെയാണ് കണ്ടത്. ഇത്തരത്തിലുള്ള വ്യക്തതകളോടുകൂടിയാണ് നമ്മുടെ കേരളത്തിൽ ഈ പറയുന്ന ബില്ല് തന്നെ അവതരിപ്പിക്കാൻ പോകുന്നത്. കിട്ടിപ്പോയൊരവസരം LDF-നെയും സർക്കാരിനെയും ഇതിന്റെ ഭാഗമായി ഒന്ന് വിമർശിച്ച് കളയാം എന്ന് കരുതി പുറപ്പെടുന്നവര്, അതൊന്നും LDF-നെയും സർക്കാരിനെയും ബാധിക്കുന്ന കാര്യമല്ല. LDF-ഉം സർക്കാരും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സാമൂഹ്യ നീതി അധിഷ്ഠിതമായ കാര്യങ്ങളായിരിക്കും എന്നത് അവർ മനസ്സിലാക്കണം. എന്താണ് അവരോട് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? മദ്യമൊഴുക്കി വരുമാനം ഉണ്ടാക്കുന്നുവെന്ന ആക്ഷേപത്തെ നികുതിപ്പിരിവിലെ റിസർവ് ബാങ്കിന്റെ കണക്ക് നിരത്തിയാണ് മുഖ്യമന്ത്രി പ്രതിരോധിച്ചത്. കിഫ്ബി ഫണ്ട് വഴി സംസ്ഥാനം വലിയ വികസന പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. എന്നാൽ കിഫ്ബിയെ ഹീനമായി ആക്ഷേപിച്ച് ഏതു വിധേനയും വികസനം ഇല്ലാതാക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. കേരളത്തിനോടുള്ള അവഗണന കേന്ദ്ര സർക്കാർ തുടരുകയാണ്. ബജറ്റിൽ കേരളം എന്ന പരാമർശം പോലും ഉണ്ടായില്ല. നികുതി വർധനവുണ്ടാകുമ്പോൾ പോലും സംസ്ഥാനത്തിന് അർഹമായ ആനുകൂല്യങ്ങൾ കേന്ദ്രം നൽകുന്നില്ല. ഇന്ത്യ ഗവൺമെന്റ് ഈ അടുത്ത കാലത്തായി സ്വീകരിക്കുന്ന നടപടികൾ അത് കൂടുതൽ ജനവിരുദ്ധമായി മാറുകയാണ്. അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് അവതരിപ്പിച്ച ബജറ്റ്. നമ്മുടെ സംസ്ഥാനത്തെ വലിയ തോതിൽ തടയുന്ന നിലയാണ് എടുത്തത്. കുടിയേറ്റക്കാരെ ചങ്ങലക്കിട്ട് കൊണ്ടുവന്ന അമേരിക്കൻ നടപടി ഇന്ത്യയോടുള്ള അനാദരവാണ്. അതിനെ ആ രീതിയിൽ കാണാനുള്ള നട്ടെല്ല് നമ്മുടെ ഭരണാധികാരികൾക്കില്ല. ട്രംപിന്റെ നടപടിയെ വിമർശിക്കുന്നതിന് പകരം അനുകൂലിക്കുകയാണ് കേന്ദ്രം ചെയ്തത്. ഇത് അമേരിക്കയോടുള്ള വിധേയത്വമാണെന്നും അദ്ദേഹം വിമർശിച്ചു. കൈകാലുകൾ ചങ്ങലക്കിട്ട് ശരീരത്തിൽ നീങ്ങാൻ പറ്റാത്ത അവസ്ഥ, ശുചിമുറിയിൽ പോകുന്നതടക്കം നിരങ്ങിപ്പോകേണ്ടി വന്നുവെന്ന് അവർ തന്നെ പറയുന്ന നില. അവര് ക്രിമിനലുകളൊന്നുമല്ലല്ലോ, സാധാരണഗതിയിൽ അന്തസ്സോടെ ജീവിക്കുന്നവരാണല്ലോ, ഇന്ത്യൻ പൗരരാണല്ലോ. ഇന്ത്യയോട് കാണിക്കുന്ന അങ്ങേയറ്റത്തെ അനാദരവായിട്ടല്ലേ അതിനെ കാണേണ്ടത്? പക്ഷേ അങ്ങനെ കാണാൻ നമ്മുടെ രാജ്യത്തെ
ഭരണാധികാരികൾക്ക് നട്ടലില്ലാതെ പോയി. കാരണം അത്തരമൊരു നിലപാടെടുത്ത് പ്രതികരിച്ചാൽ അമേരിക്ക സ്വീകരിച്ച നിലപാട് ശരിയല്ല എന്ന് പറയേണ്ടതായിട്ട് വരും. മാത്രമല്ല അമേരിക്കയെ കുറ്റപ്പെടുത്തേണ്ടതായിട്ട് വരും. അതിന് അമേരിക്കയോടുള്ള വിധേയത്വം നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികളെ സമ്മതിക്കുന്നില്ല. പാർട്ടി ജില്ലാ സെക്രട്ടറി KV അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം ചെയർമാൻ AC മൊയ്തീൻ MLA, പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ MM വർഗീസ്, NR ബാലൻ, MK കണ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കളും പങ്കെടുത്തു. സമ്മേളനത്തിന് മുന്നോടിയായി ആയിരങ്ങൾ പങ്കെടുത്ത റെഡ് വോളണ്ടിയർ മാർച്ചും നേതാക്കളും പ്രവർത്തകരും അണിനിരുന്ന ശക്തി പ്രകടനവും നടന്നു. TCV തൃശൂർ. CPM ജില്ലാ സെക്രട്ടറിയായി KV അബ്ദുൽ ഖാദറിനെ തിരഞ്ഞെടുത്തു. 46-അംഗ ജില്ലാ കമ്മിറ്റിയിൽ 10 പേർ പുതുമുഖങ്ങളാണ്. UR പ്രദീപ്, KD ബാഹുലയൻ, TT ശിവദാസൻ, TK സന്തോഷ്, VA മനോജ് കുമാർ, MS പ്രദീപ് കുമാർ, NN ദിവാകരൻ, KS സുഭാഷ്, ഗ്രീഷ്മ ജയഘോഷ്, RR ശ്രീലാൽ എന്നിവരാണ് പുതുമുഖങ്ങൾ. പാർട്ടി ഏൽപ്പിച്ച ദൌത്യം ഉത്തരവാദിത്തത്തോടെ പൂർത്തിയാക്കുമെന്ന് KV അബ്ദുൽ ഖാദർ. മികച്ച പ്രവർത്തനങ്ങളിലൂടെയാണ് പാർട്ടിയുടെ ജില്ലാ നേതൃസ്ഥാനത്തേക്ക് അബ്ദുൽ ഖാദർ എത്തുന്നത്. കടപ്പുറം ബ്ലാങ്ങാട് പരേതനായ കറുപ്പം വീട്ടിൽ അബുവിന്റെയും പാത്തുവിന്റെയും മൂത്ത മകനായ അബ്ദുൽ ഖാദർ യുവജന സംഘടനകളിൽ കൂടിയാണ് പൊതുപ്രവർത്തന മേഖലയിൽ സജീവമായത്. നിലവിൽ LDF ജില്ലാ കൺവീനറുമാണ്. പ്രവാസി സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറിയും പ്രവാസി ക്ഷേമ ബോർഡ് ചെയർമാനുമാണ്. 2006 മുതൽ 2021 വരെ ഗുരുവായൂർ MLA ആയിരുന്നു. 15 വർഷം കൊണ്ട് ഗുരുവായൂർ മണ്ഡലത്തിന്റെ ചരിത്ര വികസന കുതിപ്പിന് മികവുറ്റ നേതൃത്വം നൽകി. 1991 മുതൽ CPIM ചാവക്കാട് ഏരിയ കമ്മിറ്റി അംഗമാണ്. 1997 മുതൽ പാർട്ടി ഏരിയ സെക്രട്ടറിയായി. തുടർന്ന് CPIM ജില്ലാ കമ്മിറ്റി അംഗമായും സെക്രട്ടേറിയറ്റ് അംഗമായും മാറി. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ്, BD വർക്കേഴ്സ് യൂണിയൻ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 1979 KSYF ബ്ലാങ്ങാട് യൂണിറ്റ് സെക്രട്ടറിയായാണ് രംഗത്തെത്തിയത്. ദേശാഭിമാനിയുടെ ഗുരുവായൂർ ലേഖകനായി 12 വർഷത്തോളം പ്രവർത്തിച്ചു. DYFI ജില്ലാ പ്രസിഡന്റ്, DYFI സംസ്ഥാന കമ്മിറ്റി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ്, ഹിന്ദി, അറബി എന്നീ ഭാഷകൾ അറിയാം. 1997 ജൂലൈയിൽ ക്യൂബൻ തലസ്ഥാനമായ ഹവാനയിൽ നടന്ന 14ാം ലോക യുവജന സമ്മേളനത്തിൽ DYFI പ്രതിനിധി സംഘാംഗമായി പങ്കെടുത്തിട്ടുണ്ട്. പാർട്ടിയുടെ കരുത്ത് വർദ്ധിപ്പിക്കുകയാണ് തന്റെ ചുമതലയെന്ന് അബ്ദുൽ ഖാദർ പറഞ്ഞു. പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പാർട്ടിയെ ഒരുക്കുമെന്നും അബ്ദുൽ ഖാദർ പറഞ്ഞു. TCV ന്യൂസ്, കുന്നംകുളം. സ്വകാര്യ സർവകലാശാല ബില്ല് തയ്യാറാക്കിയതായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R ബിന്ദു. കുന്നംകുളത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൃത്യമായ സാമൂഹിക നിയന്ത്രണങ്ങൾ ഉറപ്പാക്കിക്കൊണ്ടാണ് ബില്ല് തയ്യാറാക്കിയിട്ടുള്ളത്. ഗവൺമെന്റിന്റെയും മറ്റ് സംവിധാനങ്ങളുടെയും ജാഗ്രതയും കൃത്യമായ ഇടപെടലും ഉറപ്പാക്കുന്ന രീതിയിലാണ് ബില്ലിന്റെ ഉള്ളടക്കം വരിക എന്നതുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സാമൂഹ്യ നിയന്ത്രണമുള്ള സംവിധാനമായാണ് കേരളത്തിൽ സ്വകാര്യ സർവകലാശാലകൾ പ്രവർത്തിക്കുക. നിലവിലുള്ള സർവകലാശാലകളുടെ നിയമങ്ങളെ കാലാനുസൃതമായി പരിഷ്കരിക്കുന്നതിനുള്ള മറ്റൊരു ബില്ലും ക്യാബിനറ്റ് അംഗീകരിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. നല്ല രീതിയിൽ നമ്മുടെ വിദ്യാർത്ഥി സമൂഹത്തിന് പ്രയോജനകരമായ വിധത്തിൽ മികച്ച ഉന്നത വിദ്യാഭ്യാസ സാഹചര്യങ്ങൾ പ്രദാനം ചെയ്യാൻ ഒരുക്കമാണ് എന്ന് മുന്നോട്ട് വരികിൽ നമുക്ക് ആ സാധ്യതകൾ പ്രയോജനപ്പെടുത്താം. ലോകോത്തരമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉൾപ്പെടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കാൻ സാഹചര്യമുണ്ടെങ്കിൽ അത് പ്രയോജനപ്പെടുത്താം എന്ന് തന്നെയാണ് കാണുന്നത്. വർഷങ്ങൾക്ക് മുൻപ് നമ്മൾ കൈക്കൊണ്ട ഒരു നയത്തിന്, അതിൻ്റെ നിലപാടുകൾക്ക് ഇന്നത്തെ സാഹചര്യത്തിൽ അതിനനുസൃതമായ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തേണ്ടതായ ഉത്തരവാദിത്വവും നമുക്കുണ്ട്. അതല്ലെങ്കിൽ ഒരു ജനത എന്നുള്ള നിലയ്ക്ക് ചിലപ്പോൾ നമ്മൾ ഇന്നത്തെ മത്സരാധിഷ്ഠിത ലോകത്ത് ഒറ്റപ്പെട്ടു പോകും, പിന്തള്ളപ്പെടും. അപ്പോൾ ഒരു മൂർത്ത സാഹചര്യങ്ങൾക്ക് അനുസൃതമായിട്ട് തീരുമാനമെടുക്കുക എന്നുള്ളത് ഒരു മാർക്സിയൻ നിലപാടിൻ്റെ ഭാഗമായി കൂടിയാണ്. കേരള അഗ്നിസുരക്ഷാ വകുപ്പിന്റെ വനിതാ സ്കൂബ ഡൈവിംഗ് ടീം പ്രവർത്തന സജ്ജമായതോടെ രാജ്യത്തിന് തന്നെ മറ്റൊരു മാതൃക കേരളം മുന്നോട്ട് വച്ചിരിക്കുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. കേരള അഗ്നിസുരക്ഷാ വകുപ്പിന്റെ കീഴിൽ പരിശീലനം പൂർത്തിയാക്കിയ വനിതാ സ്കൂബ ഡൈവിംഗ് ടീം ഗാനറ്റ്സിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. രാജ്യത്ത് തന്നെ ആദ്യമായുള്ള വനിതകളുടെ നേതൃത്വത്തിലുള്ള
സ്കൂബ ഡൈവിംഗ് ടീമാണ് ഇതോടെ നിലവിൽ വന്നിരിക്കുന്നത്. അഗ്നിസുരക്ഷാ വകുപ്പിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി വനിതാ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരെ നിയമിച്ചത് കഴിഞ്ഞ വർഷമാണ്. ആ ഘട്ടത്തിൽ നിയമിതരായ 100 പേരിൽ നിന്നാണ് സാഹസികത ഇഷ്ടപ്പെടുന്ന തിരഞ്ഞെടുക്കപ്പെട്ട 17 ഓഫീസർമാർക്ക് സ്കൂബ ഡൈവിങ്ങിൽ പരിശീലനം നൽകിയത്. വിജയകരമായി പരിശീലനം പൂർത്തിയാക്കി ഇവരെല്ലാവരും ഇന്നു മുതൽ സ്കൂബ ഡൈവിംഗ് ടീമിൻ്റെ ഭാഗമായിരിക്കുന്നു. റോഡുകൾക്ക് പുറമെ ഏറ്റവും കൂടുതൽ ആളുകൾ അപകടത്തിൽപ്പെടുന്നത് ജലാശയങ്ങളിലാണ്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുപ്രകാരം കേരളത്തിൽ 1000-ലധികം പേർ ഓരോ വർഷവും ജലാശയങ്ങളിൽ മരണപ്പെടുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ജലാശയ അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഫോർട്ട് കൊച്ചി കേന്ദ്രീകരിച്ച് ആരംഭിച്ച ജലസുരക്ഷാ വിദഗ്ധ പരിശീലന കേന്ദ്രത്തിലേക്ക് നാഷണൽ ഫയർ സർവീസസ് കോളേജിൽ നിന്ന് പോലും പരിശീലനത്തിനായി ആളുകൾ എത്തുന്നുണ്ട്. സ്കൂബ ഡൈവിംഗിൽ പരിശീലനം പൂർത്തിയാക്കുന്ന അഗ്നിസുരക്ഷാ ജീവനക്കാർക്ക് ബാഡ്ജ് നൽകുന്നതിന് തുടക്കം കുറിച്ചതായും മുഖ്യമന്ത്രി പറഞ്ഞു. ഫോർട്ട് കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന ജലസുരക്ഷാ വിദഗ്ധ പരിശീലന കേന്ദ്രത്തിൽ നിന്നും ബേസിക് ഓപ്പൺ വാട്ടർ ഡൈവിംഗ്, അഡ്വാൻസ്ഡ് ഓപ്പൺ വാട്ടർ ഡൈവിംഗ് എന്നീ കോഴ്സുകൾ വിജയകരമായി പൂർത്തീകരിച്ച 17 വനിതാ സ്കൂബ ഡൈവർമാരാണ് ഗാനറ്റ്സിലുള്ളത്. സ്വിമ്മിംഗ് പൂളിലും ക്വാറിയിലും പുഴയിലും 21 ദിവസത്തെ ബേസിക് ഓപ്പൺ വാട്ടർ ഡൈവിംഗ് പരിശീലനവും 10 ദിവസത്തെ അഡ്വാൻസ്ഡ് ഓപ്പൺ വാട്ടർ ഡൈവിംഗ് പരിശീലനവും പൂർത്തിയാക്കിയ ഇവർ വെള്ളത്തിനടിയിൽ 30 മീറ്റർ വരെ ആഴത്തിൽ ഡൈവ് ചെയ്യാനും വിവിധതരം തെരച്ചിൽ രീതികളിലും രക്ഷാപ്രവർത്തനങ്ങളിലും പരിശീലനം നേടിയിട്ടുണ്ട്. കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡയറക്ടർ കെ പത്മകുമാർ, ടെക്നിക്കൽ ഡയറക്ടർ എം നൌഷാദ്, മറ്റുദ്യോഗസ്ഥർ തുടങ്ങിയവർ സ്കൂബ ടീം അംഗങ്ങളുടെ പ്രകടനത്തിന് ശേഷം നടന്ന ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. TCV ന്യൂസ്, തൃശൂർ. കൊടകരയിൽ വീട്ടിൽ കവർച്ച 53 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങൾ നഷ്ടപ്പെട്ടു. പെരിങ്ങാംകുളം കൈപ്പള്ളി രാധാകൃഷ്ണന്റെ പൂട്ടിക്കിടന്ന വീട്ടിൽ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയത്. കിടപ്പുമുറിയുടെ ജനൽ കമ്പികൾ അറുത്തുമാറ്റിയാണ് മോഷ്ടാക്കൾ അകത്ത് കടന്നിരിക്കുന്നത്. കുടുംബാംഗങ്ങൾ ഒരാഴ്ചയോളമായി ടൂറിലായതിനാൽ വീട് പൂട്ടിക്കിടക്കുകയായിരുന്നു. വീട്ടിലെ വളർത്തുനായ്ക്ക് തീറ്റ നൽകാനെത്തിയ സ്ത്രീയാണ് ജനൽ കമ്പികൾ അറുത്തുമാറ്റിയ നിലയിൽ കണ്ടതെന്ന് പോലീസ് പറഞ്ഞു. റൂറൽ SP B കൃഷ്ണകുമാർ, ചാലക്കുടി DYSP K സുമേഷ്, കൊടകര SHO PK ദാസ് എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. തിങ്കളാഴ്ച വൈകിട്ട് 6-നും ചൊവ്വാഴ്ച രാവിലെ 9-നും ഇടയിലാണ് മോഷണം നടന്നിട്ടുള്ളതെന്നാണ് നിഗമനം. സ്വർണ്ണാഭരണങ്ങൾക്ക് പുറമെ മറ്റ് വിലപിടിപ്പുള്ള വസ്തുക്കൾ കവർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് വീട്ടുടമ തിരിച്ചെത്തിയ ശേഷമേ പറയാനാകൂ എന്നും പോലീസ് അറിയിച്ചു. കവർച്ച നടന്നതറിഞ്ഞ് വീട്ടുടമ നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. പെരുമ്പിലാവ് പൊതിയഞ്ചേരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിനിടെ ആനയിടഞ്ഞു. പ്രാദേശിക ആഘോഷ കമ്മിറ്റിയുടെ എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിലെത്തുന്നതിന് മുമ്പാണ് അയിനിക്കുളങ്ങര മഹാദേവൻ എന്ന ആന ഇടഞ്ഞത്. ആനയെ ഉടൻ തന്നെ എലിഫന്റ് സ്ക്വാഡ് അംഗങ്ങൾ തളച്ച് സംഭവ സ്ഥലത്തുനിന്നും മാറ്റി. ആനയുടെ ചങ്ങലയിൽ കുടുങ്ങി ഏതാനും ഇരുചക്ര വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ആന ഇടഞ്ഞതിനെ തുടർന്ന് ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. മതിൽ പോവും ആ കാറ് കുത്തി പൊളിച്ചു. ദേശീയപാത മതിലകം പുതിയകാവിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികൻ മരിച്ചു. കയ്പമംഗലം സ്വദേശി നടക്കൽ രാമൻ മകൻ 63 വയസ്സുള്ള ജ്യോതി പ്രകാശനാണ് മരിച്ചത്. പുതിയകാവ് മദ്രസയ്ക്ക് മുന്നിലായിരുന്നു അപകടം. പരിക്കേറ്റയാളെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കയ്പമംഗലത്ത് വീടിന്റെ നിർമ്മാണ സ്ഥലത്തേക്ക് പോകവെയാണ് അപകടമുണ്ടായത്. ചൂണ്ടൽ സെന്ററിന് സമീപം ബസും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവിന് ദാരുണാന്ത്യം. വേലൂർ സ്വദേശി നീലങ്കാവിൽ ജസ്റ്റിന്റെ മകൻ 19 വയസ്സുള്ള ജോയലാണ് മരിച്ചത്. തൃശൂർ മണ്ണുത്തി ഡോൺ ബോസ്കോ കോളേജിലെ BBA വിദ്യാർത്ഥിയാണ്. പരീക്ഷയ്ക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം. വേലുപ്പാടം പുലിക്കണ്ണി റോഡിൽ കാട്ടുപന്നി ബൈക്കിന് കുറുകെ ചാടി ദമ്പതികൾക്ക് പരിക്കേറ്റു.
വേലുപ്പാടം പൌണ്ട് സ്വദേശികളായ കുറിയോടത്ത് വീട്ടിൽ അലിയാർ, ഭാര്യ മാഷിദ എന്നിവർക്കാണ് പരിക്കേറ്റത്. KFRIക്ക് സമീപമായിരുന്നു അപകടം. ടാപ്പിംഗ് തൊഴിലാളികളായ ഇരുവരും ജോലിക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടമുണ്ടായത്. ഓടിക്കൊണ്ടിരുന്ന ബൈക്കിൽ കാട്ടുപന്നി പാഞ്ഞുവന്ന് ഇടിക്കുകയായിരുന്നു. റോഡിലേക്ക് തെറിച്ചു വീണാണ് ഇരുവർക്കും പരിക്കേറ്റത്. റോഡിൽ കിടന്ന ഇരുവരെയും നാട്ടുകാരാണ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. വടക്കാഞ്ചേരി തെക്കുംകരയിൽ റോഡരികിൽ കാന നിർമ്മാണത്തിൽ അശാസ്ത്രീയത. പ്രതിഷേധവുമായി പ്രദേശവാസികൾ. തെക്കുംകര പഞ്ചായത്തിൽ പുന്നമ്പറമ്പിലൂടെ നവീകരണ പ്രവൃത്തികൾ നടക്കുന്ന വാഴാനി പീച്ചി ഡാം ടൂറിസം ഇടനാഴിയുടെ ഭാഗമായി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം നടക്കുന്ന റോഡിന്റെ ഭാഗമായ കാന നിർമ്മാണത്തിലാണ് പരാതി. പുന്നമ്പറമ്പ് തോട് മുതൽ മച്ചാട് സ്കൂൾ വരെയുള്ള ഭാഗങ്ങളിലെ ഇരുവശങ്ങളിലുമുള്ള കോൺക്രീറ്റ് കാന നിർമ്മാണത്തിന്റെ അപാകതയാണ് വെള്ളക്കെട്ടുകൾക്ക് സാധ്യതയേറുമെന്ന് പരിസരവാസികൾ പറയുന്നു. ഞങ്ങൾ വികസനത്തിനെതിരല്ല, റോഡ് പണിയുന്നതിനോടോ അല്ലെങ്കിൽ റോഡിന്റെ പണി പുരോഗമിക്കുന്നതിനോ ഞങ്ങളുടെ പൂർണ്ണമായി സപ്പോർട്ടാണ്. റോഡിന്റെ രണ്ടരികിലും ചാലുകളുണ്ട്. ചാലുകൾ പണിതുകൊണ്ട് മാത്രമായില്ല, ചാലുകളിലേക്ക് വെള്ളം എത്തിച്ചേരണം, അത് സുഗമമായി ഒഴുകി പോകണം. എങ്കിൽ മാത്രമേ ഈ പണി കൊണ്ട് ഉപകാരമുള്ളൂ. അല്ലെങ്കിൽ ഇതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഞങ്ങളൊക്കെ വളരെയധികം കഷ്ടപ്പെടുകയാണ്. ഓരോ പ്രാവശ്യവും വെള്ളം വരുമ്പോൾ ഞങ്ങളുടെ അകത്തേക്കാണ്, മുൻവശത്തുനിന്നും പുറകു വശത്തുനിന്നും വീടിന്റെ ഉള്ളിലേക്ക് വെള്ളം കയറുന്ന ഒരവസ്ഥയാണ് കഴിഞ്ഞ ജൂലൈ മാസത്തെ മഴയിൽ ഉണ്ടായിട്ടുള്ളത്. വെള്ളം വന്നു കഴിഞ്ഞ് ഇവിടുന്ന് മാറി താമസിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടുന്ന് ഞങ്ങൾക്ക് വരുന്നത്. അകത്തുകൂടി ഈ കാന താഴ്ചയില്ല. കാന താഴ്ചയുണ്ടെങ്കിൽ വെള്ളം പോയി കിട്ടുമല്ലോ. ഇതിപ്പോൾ കാന താഴ്ചയില്ലാത്ത കാരണം ഞങ്ങൾക്ക് വെള്ളം പോകില്ല, വെള്ളം മുഴിഞ്ഞുകൊണ്ട് അകത്തേക്കാണ് വരിക. മഴക്കാലമായാൽ അമിതമായി ഒഴുകിയെത്തുന്ന വെള്ളം ഒഴുകിപ്പോകാൻ നിർമ്മിക്കുന്ന കാനകളിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകളും സ്ഥാപിച്ചതിനാൽ കൂടുതൽ വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള ആഴം ഇല്ലാതായി എന്നാണ് ആക്ഷേപം. വെള്ളം പുറത്തേക്ക് കവിഞ്ഞൊഴുകുന്നത് റോഡിലും പാടശേഖരങ്ങളിലും വെള്ളക്കെട്ടിന് സാധ്യതയേറുമെന്നും നാശനഷ്ടങ്ങൾ ഉണ്ടാകുമെന്നും പറയുന്നു. വാഴാനി ഡാം തുറന്നുവിടേണ്ട അടിയന്തര ഘട്ടമുണ്ടായാൽ താഴ്വാര പ്രദേശങ്ങളായ മണലിത്തറ, KT പാടശേഖരങ്ങളിലെ ഏക്കർ കണക്കിന് നെൽവയലുകൾ വെള്ളക്കെട്ടിലാകും. കരുമത്ര തോടിനോട് ചേർന്ന് താമസിക്കുന്നവർക്ക് മറ്റൊരിടം തേടേണ്ട അവസ്ഥയും ഉണ്ടാകുമെന്നാണ് ഉയരുന്ന പരാതി. ഈ സംഭവം അധികൃതരെ അറിയിച്ചിട്ടും യാതൊരു പ്രതിവിധിയും ഉണ്ടായിട്ടില്ലെന്ന് തെക്കുംകര പഞ്ചായത്ത് അംഗം അശ്വിനി കണ്ണൻ പറഞ്ഞു. കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ തന്നെ ഇവിടെ ആകെ വാഴാനിൽ നിന്നുള്ള അധിക വെള്ളം വന്നും വീടുകളുടെ അടുക്കള വഴിക്കാണ് കടന്നു പോയിരുന്നത്. ഇന്നിപ്പോൾ ഈ റോഡ് പണിയ സമയത്ത് അധിക വെള്ളം വരാൻ ഉള്ള കാന എന്ന പേരിൽ ഇപ്പം നിലക്കുന്ന വീടുകളുടെ തറയ്ക്ക് മുകളിലാണ് നിൽക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ വീടുകളുടെ മുൻവശം മുതൽ പിൻവശം അങ്ങ് അറ്റം വരെ ചെക്ക് ഡാം പോലെ നിൽക്കുന്ന അവസ്ഥ വരും. പിന്നെ വാസയോഗ്യമല്ലാത്തൊരവസ്ഥയിൽ മാറും. നിരവധി കുടുംബങ്ങൾ ദുരിതത്തിലാവും. ഇതിന് നിരവധി തവണ കിഫ്ബിയുമായി അവിടുത്തെ സൂപ്രണ്ടും പലരുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടെങ്കിലും അവർ വരാൻ നോക്കാമെന്ന് പറയുകയല്ലാതെ ഇതുവരെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാതെ ഇത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഞങ്ങൾ ഈ കാനയ്ക്കുള്ളിൽ ഇറങ്ങി നിന്നുകൊണ്ട് തന്നെ അതിനെ തടസ്സപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് മാറും. TCV ന്യൂസ്, വടക്കാഞ്ചേരി. ചാലക്കുടിയിൽ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിയെ ലഹരി കേസിൽ കുടുക്കിയ സംഭവത്തിൽ പ്രതി നാരായണദാസിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീംകോടതി തള്ളി. നാരായണദാസിന്റെ ജാമ്യാപേക്ഷ നേരത്തെ ഹൈക്കോടതി തള്ളിയിരുന്നു. ഷീല സണ്ണിയുടെ സ്കൂട്ടറിൽ മയക്കുമരുന്നിന് സമാനമായ വസ്തു വെച്ച് പ്രതി എക്സൈസിൽ വിവരം നൽകുകയായിരുന്നു. ഇതേ തുടർന്ന് ഷീല സണ്ണിക്ക് 72 ദിവസം ജയിലിൽ കഴിയേണ്ടി വന്നു. ഷീലയുടെ ബന്ധുവായ പെൺകുട്ടിയുടെ നിർദ്ദേശപ്രകാരം നാരായണദാസാണ് സ്കൂട്ടറിൽ വസ്തു ഒളിപ്പിച്ചതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു. കാലിക്കറ്റ് സർവകലാശാല D-സോൺ കലോത്സവം 2 ദിവസങ്ങളിലായി നടത്താനുള്ള പോലീസിന്റെ ആവശ്യം ഹൈക്കോടതി അംഗീകരിച്ചത് സംഘാടകർക്ക് തലവേദനയായി. ഒരു ദിവസത്തിൽ തീർക്കാമെന്ന് കരുതിയ മത്സരങ്ങളാണ് 2 ദിവസത്തേക്ക് മാറ്റേണ്ടി വരുന്നത്. പകലും രാത്രിയുമായി മത്സരങ്ങൾ നടത്താനാണ് സർവകലാശാലയും സംഘാടകരും നേരത്തെ തീരുമാനിച്ചിരുന്നത്. പോലീസ് സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് സംഘാടകർ കോടതിയെ സമീപിച്ചിരുന്നു. കനത്ത പോലീസ് സന്നാഹത്തോടെ 16, 17 തീയതികളിലാണ് ശേഷിക്കുന്ന മത്സരങ്ങൾ നടത്തുന്നത്. കോടതി നിർദ്ദേശിച്ചതനുസരിച്ചുള്ള മാറ്റങ്ങൾക്കായി മത്സരങ്ങളുടെ സമയം പുനഃക്രമീകരിക്കുകയാണെന്ന് MSF സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷറഫുദ്ദീൻ പിലാക്കൽ അറിയിച്ചു. ജനുവരി 28-ന് പൂർത്തിയാക്കേണ്ടിയിരുന്ന D-സോൺ കലോത്സവം വിദ്യാർത്ഥി സംഘർഷത്തെ തുടർന്നാണ് മാറ്റിവെച്ചത്. വേലിയേറ്റത്തിൽ കൊടുങ്ങല്ലൂരിൽ 100 കണക്കിന് ശുദ്ധജല സ്രോതസ്സുകൾ മലിനമായി. കൊടുങ്ങല്ലൂർ നഗരസഭാ പ്രദേശത്ത് കനോലി കനാലിനോട് ചേർന്നുള്ള ഇടങ്ങളിലാണ് പുഴയിൽ നിന്നും ഉപ്പുവെള്ളം കയറി കിണറുകൾ ഉൾപ്പെടെയുള്ള കുടിവെള്ള സ്രോതസ്സുകൾ ഉപയോഗശൂന്യമായത്. പുഴയുമായി ബന്ധപ്പെട്ടുള്ള തോടുകളിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ ജനുവരി മാസത്തിൽ താൽക്കാലിക തടയണ കെട്ടാറുണ്ട്. എന്നാൽ ചിലയിടങ്ങളിൽ തടയണയ്ക്ക് മുകളിലൂടെ വെള്ളം കയറിയും മറ്റ് ചിലയിടങ്ങളിൽ തടയണ കെട്ടാൻ വൈകിയതുമൂലവും വേലിയേറ്റം ജനജീവിതത്തെ സാരമായി ബാധിച്ചു. തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിന് കിഴക്ക് വശത്തുള്ള വിജയൻ തോടിനോട് ചേർന്നുള്ള ചേന്നംകുളം തിരുവഞ്ചിക്കുളം തോട്ടിൽ ഇക്കുറി താൽക്കാലിക തടയണ കെട്ടിയിരുന്നില്ല. അതോടെ പ്രദേശത്തെല്ലാം ഉപ്പ് നിറഞ്ഞ അവസ്ഥയായി.
ഉപ്പുവെള്ളം കയറിയതോടെ ചിലയിടങ്ങളിൽ വീടുകൾക്ക് കേടുപാട് സംഭവിക്കുകയും കൃഷി നാശമുണ്ടാവുകയും ചെയ്തിരുന്നു. തിരുവഞ്ചിക്കുളം ചേന്നംകുളം തോട്ടിൽ സ്ഥിരം സ്ലൂയിസ് നിർമ്മിക്കാൻ MLA ഫണ്ടിൽ നിന്നും തുക അനുവദിച്ചിട്ടുണ്ടെന്നും സ്ലൂയിസ് നിർമ്മിക്കുന്നതോടെ വേലിയേറ്റം മൂലമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുമെന്നും നഗരസഭാ കൌൺസിലർ വത്സല പറഞ്ഞു. 18, 19, 20 വാർഡിലേക്ക് ഉപ്പുവെള്ളം കയറി ഉള്ള കൃഷിയെല്ലാം നശിക്കുന്ന ഒരു കാഴ്ചയാണ് കാലങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടി കാലങ്ങളായിട്ട് ആവശ്യപ്പെട്ടതാണ് ഒരു സ്ലൂയിസ്. കാലങ്ങളായിട്ട് ആവശ്യപ്പെട്ട ഒരു തുക MLA അനുവദിക്കുകയും 11 ലക്ഷം നമ്മൾക്കിവിടെ പാസ്സാക്കുകയും ചെയ്ത് പ്രാരംഭഘട്ടം എന്ന നിലയ്ക്ക് തുടങ്ങാൻ വേണ്ടി തെങ്ങെടുക്കലും മറക്കലും എല്ലാ കാര്യങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട്. അത് ഈ ആഴ്ച തന്നെ പണി തുടങ്ങും എന്നാണ്. സ്ഥിര ബണ്ട് എന്നുള്ള ഒരു പ്രവർത്തനം അടുത്ത് തന്നെ തുടങ്ങും എന്നുള്ളതാണ് നമ്മൾക്കറിയാൻ കഴിഞ്ഞത്. വേലിയേറ്റം തടയാനായില്ലെങ്കിൽ കനോലി കനാലിന്റെ പടിഞ്ഞാറൻ പ്രദേശം ഉപ്പുകയറി ഉപയോഗശൂന്യമാകുമെന്ന ആശങ്കയിലാണ് നാട്ടുകാർ. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയും നഗ്നദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ച പ്രതിയെ ഒല്ലൂർ പോലീസ് പിടികൂടി. പത്തനംതിട്ട പെരുമ്പെട്ടി സ്വദേശി കെവിൻ തോമസിനെയാണ് ഇൻസ്പെക്ടർ PM വിമോദിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. പരാതിക്കാരിയായ യുവതിയെ ഇൻസ്റ്റഗ്രാം വഴിയാണ് കെവിൻ പരിചയപ്പെടുന്നത്. പ്രണയം നടിച്ച് വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് യുവതി അറിയാതെ നഗ്നദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തുകയും സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടുകയുമായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മസ്തകത്തിൽ പരിക്കേറ്റ് പ്ലാന്റേഷൻ വനമേഖലയിൽ ചുറ്റിത്തിരിയുന്ന ആനയ്ക്ക് വിദഗ്ധ ചികിത്സ നൽകുന്നതിന് ആനക്കൂട് നിർമ്മിക്കുവാൻ ആലോചന. കുങ്കിയാനകളുടെ സഹായത്താൽ കാട്ടാനയെ കൂട്ടിലാക്കി വിദഗ്ധ പരിചരണം നൽകുന്നതിനാണ് ചർച്ചകൾ നടക്കുന്നതെന്ന് വാഴച്ചാൽ DFO R. ലക്ഷ്മി അറിയിച്ചു. വീണ്ടും മയക്കുവെടി നൽകി കോടനാട് അഭയാരണ്യത്തിലേക്ക് ആനയെ കൊണ്ടുപോകുന്ന കാര്യവും ആലോചനയിലുണ്ട്. എന്നാൽ ആനയുടെ ജീവൻ തന്നെ അപകടത്തിലാക്കുന്ന നടപടിയാകുമെന്ന് നിരീക്ഷണത്തിനെത്തിയ സെൻട്രൽ സർക്കിൾ CSF ആടലരശൻ, ഫോറസ്റ്റ് വെറ്റിനറി ഓഫീസർമാരായ ഡോക്ടർ ഡേവിഡ്, ഡോക്ടർ ബിനോയ് എന്നിവർ അഭിപ്രായപ്പെട്ടു. ഗുരുവായൂർ ക്ഷേത്രത്തിലെ കഴിഞ്ഞ മാസത്തെ ഭണ്ഡാരം വരവായി 5,04,30,585 രൂപയും 2 കിലോ 16 ഗ്രാം 700 മില്ലിഗ്രാം സ്വർണവും 11 കിലോ വെള്ളിയും ലഭിച്ചു. പിൻവലിച്ച 2,000 രൂപയുടെ 8ഉം നിരോധിച്ച 1,000 രൂപയുടെ 4ഉം 500ന്റെ 52 കറൻസിയും ലഭിച്ചു. SBI ഗുരുവായൂർ ശാഖയ്ക്കായിരുന്നു എണ്ണൽ ചുമതല. ഈ ഭണ്ഡാരങ്ങൾ വഴി 2.99 ലക്ഷം രൂപയും ലഭിച്ചു. കൃഷിക്കാർക്ക് ശമ്പളം നൽകി ഭാവി തലമുറയെ കൃഷിയിലേക്ക് തിരിച്ചുകൊണ്ടുവരണമെന്നും അല്ലെങ്കിൽ രാജ്യം പട്ടിണിയിലേക്ക് നീങ്ങുമെന്നും പരമ്പരാഗത നെൽവിത്തിനങ്ങളുടെ സംരക്ഷകനും പത്മശ്രീ ജേതാവുമായ ചെറുവയൽ രാമൻ പറഞ്ഞു. ചേർപ്പ് ചേനം തരിശുപടവ് കമ്മിറ്റിയുടെ 25ാം വാർഷികാഘോഷവും കൊയ്ത്ത് മഹോത്സവവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെൻഷൻ പറ്റിയവരല്ല, പുതുതലമുറയാണ് പ്രപഞ്ചത്തിൽ എത്ര തരം വിത്തുകൾ ഉണ്ടെന്ന് പഠിക്കേണ്ടതും അവയെ സംരക്ഷിക്കേണ്ടതും. ഇതൊന്നും പാഠ്യപദ്ധതിയിലില്ല. ജീവിക്കാൻ ഉതകുന്ന തരത്തിലുള്ള പാഠ്യപദ്ധതിയല്ല കുട്ടികൾക്ക് കൊടുക്കുന്നത്. കർഷകർ അവഗണിക്കപ്പെടുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കർഷകർക്ക് ശമ്പളം നൽകി ഭാവി തലമുറയെ കൃഷിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണമെന്നും അദ്ദേഹം പറഞ്ഞു. മുദ്രാവാക്യമുണ്ട്, നല്ല മുദ്രാവാക്യമാണ്, ജയ് ജവാൻ ജയ് കിസാൻ. പക്ഷെ ഇതൊന്നും സാക്ഷാത്കരിക്കുന്നില്ല, കൃഷിയിലേക്ക് ആളുകൾ വരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മളെ പിള്ളേരൊക്കെ അക്കരെ കടന്നു പോവുക. പിന്നെ മിച്ചമുള്ള കൃഷിക്കാർക്ക് ഭക്ഷ്യധാന്യം കൃഷി ചെയ്യുന്ന കർഷകർക്ക് മുഴുവൻ ശമ്പളം കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ശമ്പളം കൊടുത്തുകൊണ്ട് നമ്മൾ ഭാവി തലമുറയെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുമോ എന്ന് നമുക്ക് പരീക്ഷണം നടത്തിയേ മതിയാവൂ. ഇല്ലെങ്കിൽ നമ്മളെ രാജ്യം പട്ടിണിയിലേക്ക് നീങ്ങും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പ്രകൃതിയുടെ വരദാനമായ വിത്തുകൾ ഒന്നും വിറ്റ് കാശാക്കാനുള്ളതല്ല, കൈമാറ്റം ചെയ്യപ്പെടാനുള്ളതാണ്. ഇന്ന് കുടിവെള്ളം പോലും എല്ലാം വിറ്റ് കാശാക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചേനം എരോൾ പരിസരത്ത് നടന്ന ചടങ്ങിൽ ചേനം തരിശുപടവ് കമ്മിറ്റി പ്രസിഡന്റ് ബിജു പണിക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി TK രാജു, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രാധാകൃഷ്ണൻ, പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ, ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയത്ത്, ജില്ലാ കോൾ കർഷക സംഘം സെക്രട്ടറി KK കൊച്ചുമുഹമ്മദ് തുടങ്ങിയവർ സംസാരിച്ചു. പത്മശ്രീ ചെറുവയൽ രാമന് അടാട്ട് പാടശേഖര സമിതിയുടെ സാമ്പത്തിക സഹായവും ചടങ്ങിൽ കൈമാറി. 550 ഏക്കറോളം വരുന്ന ചേനം തരിശുപടവ് കമ്മിറ്റിയിൽ 800ഓളം കർഷകരാണുള്ളത്. നിലവിൽ ഒരു പൂക്കൃഷി മാത്രം നടത്തുന്ന ഇവിടെ ഇത്തവണ മുതൽ കൊയ്ത്ത് കഴിഞ്ഞാൽ തണ്ണിമത്തൻ, പച്ചക്കറി പോലെയുള്ള 2ാം വിളയ്ക്ക് ഒരുങ്ങുകയാണ് പടവ് കമ്മിറ്റി. TCV തൃശൂർ. ദേശമംഗലത്ത് മധ്യവയസ്കനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഒലിച്ചി ചേനത്തക്കാട്ടിൽ താമസിക്കുന്ന പുളിക്കൽ വീട്ടിൽ 53 വയസ്സുള്ള രവിയെയാണ് വീടിന് സമീപത്ത് നിർമ്മാണത്തിലിരിക്കുന്ന വീടിന്റെ കോണിപ്പടിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്.
ചെറുതുരുത്തി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണകാരണം വ്യക്തമാകുകയുള്ളൂ. ചാവക്കാട് കോഴിക്കുളങ്ങര ക്ഷേത്രോത്സവ ഡ്യൂട്ടിക്കിടെ പോലീസ് ഉദ്യോഗസ്ഥനെ മർദ്ദിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. ചാവക്കാട് മണത്തല സിംഗർ ലൈൻ റോഡിൽ ഊരുപറമ്പിൽ അജിത്തിനെയാണ് ചാവക്കാട് SHO VV വിമലിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കോഴിക്കുളങ്ങര ക്ഷേത്രോത്സവ ഡ്യൂട്ടിക്കിടെ ചാവക്കാട് പ്രൊബേഷണറി ഇൻസ്പെക്ടർ വിഷ്ണു S. നായരെ പ്രതി കല്ലുകൊണ്ട് കൈക്കിടിക്കുകയും ഉന്തുകയും ചെയ്തുവെന്നാണ് കേസ്. സംഭവത്തിന് ശേഷം മുങ്ങിയ പ്രതി പോലീസ് അന്വേഷണം ശക്തമാക്കിയതോടെ കീഴടങ്ങുകയായിരുന്നു. വലപ്പാട് ആനവിഴുങ്ങിയിൽ കുടുംബ വഴക്കിനെ തുടർന്ന് ഭാര്യയെ കുത്തിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഭർത്താവ് അറസ്റ്റിൽ. വലപ്പാട് ആനവിഴുങ്ങി സ്വദേശി തൊഴുത്തുംപറമ്പിൽ അജയനെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവം നടന്നത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വലപ്പാട് പോലീസ് ഇൻസ്പെക്ടർ MK രമേശ്, SIമാരായ എബിൻ, ജിഷ്ണു, സദാശിവൻ തുടങ്ങിയവർ പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. കായികക്ഷമതയും ആരോഗ്യ സംരക്ഷണവും ലക്ഷ്യമിട്ട് കുഴൂരിനെ കരാട്ടെ ഗ്രാമമാക്കുന്നു. കുഴൂർ പഞ്ചായത്തിന്റെ ആരോഗ്യ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായാണ് കരാട്ടെ ഗ്രാമം പദ്ധതിയും. കുഴൂരിലെ എല്ലാ വിദ്യാർത്ഥികളെയും കരാട്ട അഭ്യസിപ്പിക്കുന്ന പദ്ധതിയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത്. ഭക്ഷണരീതി, വ്യായാമം, കളികൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നതാണ് ആരോഗ്യഗ്രാമം പദ്ധതി. പൂർണ്ണമായി സൗജന്യമായാണ് പരിശീലനം. 3 വയസ്സ് മുതൽ 23 വയസ്സുള്ളവരെ ഉൾപ്പെടുത്തും. 8 മാസം മുമ്പ് ആരംഭിച്ച പദ്ധതിയിൽ ഇപ്പോൾ 130 പേരാണ് പരിശീലനത്തിലുള്ളത്. എരവത്തൂർ, കുഴൂർ എന്നിവിടങ്ങളിലാണ് ഇപ്പോൾ കരാട്ടെ പരിശീലനം നടക്കുന്നത്. ഏപ്രിൽ മാസത്തോടെ 500ഓളം പേരെ പരിശീലിപ്പിക്കാനാണ് ലക്ഷ്യം. സ്കൂൾ അവധി ദിവസങ്ങളിലാണ് പരിശീലനം. ബ്ലാക്ക് ബെൽറ്റിൽ 6ാമത്തെ ഡിഗ്രിയുള്ള ഫ്രാൻസിസ് നിയോണിന്റെ നേതൃത്വത്തിലാണ് പരിശീലനം നൽകുന്നത്. ഭാര്യ സന്ധ്യ യോഗയിലും ബ്ലാക്ക് ബെൽറ്റിൽ 2ാം ഡിഗ്രിയുള്ള മകൾ സ്വാന്തനിയും പരിശീലനം നൽകുന്നുണ്ട്. ഫ്രാൻസിസിന്റെ സുഹൃത്ത് ആന്റണി പോൾ, സ്വാന്തനിയുടെ സുഹൃത്തുക്കളായ വിൻഷ ബാബു, അർജുൻ ബാബു, കീർത്തന രാജു എന്നിവരും പദ്ധതിയുടെ ഭാഗമായി പരിശീലനം നൽകാൻ ഒപ്പമുണ്ട്. 3 വയസ്സുകാരായ ശ്രാവൺ, ഇസ എന്നിവരാണ് പ്രായം കുറവുള്ളവർ. സൗജന്യമായി കരാട്ടെ പരിശീലനം നൽകുന്ന ആരോഗ്യഗ്രാമം പദ്ധതിയിലേക്ക് കൂടുതൽ പേർ ഓരോ ആഴ്ചയിലും എത്തുന്നുണ്ട്. ഒരു ക്ലാസ്സിൽ 80 പേരെയാണ് പ്രവേശിപ്പിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനായാണ് കരാട്ടെ തിരഞ്ഞെടുത്തതെന്ന് ഫ്രാൻസിസ് നിയോൺ പറഞ്ഞു. കുഴൂർ പഞ്ചായത്തിന്റെ ഒരു പ്രൊജക്റ്റ് ആയിട്ടാണ് കരാട്ടെ. ഓരോ വീട്ടുകളിലും എത്ര കുട്ടികളുണ്ടോ അവർക്കൊക്കെ ഒരു LKG പ്ലേ സ്കൂൾ തുടങ്ങിയിട്ട് നമ്മളൊരു ഡിഗ്രി വരെയുള്ള കുട്ടികളെ നമ്മൾ കരാട്ടെ, അതുപോലെ തന്നെ ഫിസിക്കൽ ട്രെയിനിങ്, സെൽഫ് ഡിഫെൻസ് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് നല്ല പഞ്ചായത്തിനും നാടിനും അവർക്കും സ്വയം ഒരു പര്യാപ്തത വരുന്ന രീതിയിലുള്ള ട്രെയിനിങ്ങാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഫുൾ സൗജന്യമായിട്ടാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസം 2ാം തീയതി സ്റ്റാർട്ട് ചെയ്തതാണ്. ഇപ്പോൾ അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഏകദേശം 130 കുട്ടികളാണ് നിലവിലുള്ളത്. TCV ന്യൂസ്, മാള. കടങ്ങോട് ഒഴിച്ചിലായിൽ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനവും തൈപ്പൂയ മഹോത്സവവും ആഘോഷിച്ചു. മഹാഗണപതി ഹോമം, പാലാഭിഷേകം, ഉച്ചപൂജ എന്നിവ നടന്നു. തുടർന്ന് ശീവേലി എഴുന്നള്ളിപ്പും പ്രസാദ ഊട്ടും നടന്നു. ഉച്ചയ്ക്ക് നാദസ്വരം, കാവടിയാട്ടം എന്നിവയും ചൊവ്വാഴ്ച വൈകിട്ട് ഗജവീരന്റെ അകമ്പടിയോടുകൂടിയുള്ള എഴുന്നള്ളിപ്പും പഞ്ചവാദ്യവും മേളവും നടന്നു. തുടർന്ന് ദീപാരാധന, നാദസ്വരം, മധളക്കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, തായമ്പക, കൊട്ടിപ്പാടിയുള്ള സേവ, ഭസ്മകാവടി അഭിഷേകം എന്നിവയും നടന്നു. തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി. കൂർക്കഞ്ചേരി ശ്രീ മാഹേശ്വര ക്ഷേത്രത്തിലെ തൈപ്പൂയം ആഘോഷിച്ചു. വിവിധ ദേശങ്ങളിൽ നിന്നെത്തിയ വർണ്ണക്കാവടികളും പീലിക്കാവടികളും ക്ഷേത്രസന്നിധിയിൽ നിറഞ്ഞാടി.
വടൂക്കരയിൽ നിന്നുള്ള വനിതാ കാവടി സംഘം ഉൾപ്പെടെ 8 കാവടി സമാജങ്ങളാണ് തൈപ്പൂയ ആഘോഷത്തിൽ പങ്കെടുത്തത്. വടൂക്കര, നെടുപുഴ, പനമുക്ക്, ചീയാരം, വെളിയന്നൂർ, കണ്ണംകുളങ്ങര ദേശങ്ങളിൽ നിന്നുള്ള ബഹുവർണ്ണ കാവടികളും പീലിക്കാവടികളും പൂക്കാവടികളും ക്ഷേത്രാങ്കണത്തിൽ നിറഞ്ഞാടി. പഞ്ചവാദ്യം, ബാൻഡ് മേളം തുടങ്ങിയ താളമേളങ്ങളും കാവടി സംഘങ്ങൾക്ക് അകമ്പടിയായി. തൃശൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പുതിയ പ്രസിഡന്റായി അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് വെള്ളിയാഴ്ച ചുമതലയേൽക്കും. രാവിലെ 10:30 DCC ഓഫീസിൽ ചേരുന്ന നേതൃയോഗത്തിൽ സ്ഥാനാരോഹണം നടക്കും. മുതിർന്ന കോൺഗ്രസ് നേതാക്കളും KPCC, DCC, ബ്ലോക്ക്, മണ്ഡലം, പോഷക സംഘടനാ ഭാരവാഹികൾ ചടങ്ങിൽ പങ്കെടുക്കും. കാപ്പ ഉത്തരവ് ലംഘിച്ച് തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച കുപ്രസിദ്ധ ഗുണ്ടയെ ചാലക്കുടി ഡിവൈഎസ്പി കെ സുമേഷിന്റെ നേതൃത്വത്തിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. പോട്ട കണലിക്കുന്ന് വെട്ടിക്കൽ വീട്ടിൽ ഷൈജുവാണ് അറസ്റ്റിലായത്. 1 വർഷത്തേക്ക് തൃശൂർ റവന്യൂ ജില്ലയിൽ പ്രവേശിക്കുന്നതിന് സഞ്ചലന നിയന്ത്രണ ഉത്തരവ് നിലനിൽക്കെയാണ് ഇയാൾ ജില്ലയിൽ പ്രവേശിച്ചത്. വാണിജ്യം. ഇറ്റാലിയൻ ലെതർ ഹൈഡ്സുകളും പ്രോഡക്ട്സുകളുമായി ഡി-കോസയുടെ പുതിയ ഷോറൂം തൃശൂർ മണ്ണുത്തിയിൽ പ്രവർത്തനം ആരംഭിച്ചു. മണ്ണുത്തി ബൈപ്പാസ് ജംഗ്ഷനിലെ പാണാട്ടുപറമ്പിൽ ആർക്കേഡിൽ ആരംഭിച്ച ഡി-കോസ ഷോറൂം തിരുവാണിക്കാവ് ജുമാ മസ്ജിദ് ഖത്തീബ് സ്വല്ലാഹുദ്ദീൻ അഹ്സനി ഉദ്ഘാടനം ചെയ്തു. ഡി-കോസ മാനേജിംഗ് ഡയറക്ടർമാർ, ബിസിനസ് പ്രമുഖർ, കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. കേരളത്തിലെ പ്രമുഖ ഫർണിച്ചർ സ്ഥാപനങ്ങൾക്കും കാർ ഷോറൂമുകൾക്കും ആർക്കിടെക്ചർ, എഞ്ചിനീയേഴ്സ്, അപ്ഹോൾസറി വർക്ക്സിനുള്ള ലെതർ ഹൈഡ്സുകൾ ഡി-കോസ സപ്ലൈ ചെയ്തു വരുന്നു. കൂടാതെ ഉപഭോക്താക്കളുടെ ആവശ്യാനുസരണം സോഫ കസ്റ്റമൈസ് ചെയ്തും നൽകുന്നുണ്ട്. ഇതിനു പുറമെ ലാപ്ടോപ്പ് ബാഗ്സ്, ലേഡീസ് ബാഗ്സ്, മെസഞ്ചർ ബാഗ്സ്, വാലറ്റ്സ്, ബാക്ക് ബാഗ്സ്, ട്രാവൽ ബാഗ്സ്, ബെൽസ് തുടങ്ങി എല്ലാത്തരം ലെതർ പ്രോഡക്ട്സുകളും ഡി-കോസയിൽ ലഭ്യമാണ്. ലെതർ പ്രോഡക്ട്സുകൾ ഓൺലൈനിലൂടെ ഹോൾസെയിലായും റീറ്റെയിലായും ഡി-കോസ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നു. നിരവധി വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള ഡി-കോസയ്ക്ക് തൃശൂരിന് പുറമെ പാലക്കാടും ഷോറൂമുണ്ട്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഡി-കോസയുടെ 2 ഷോറൂമുകളിൽ നിന്നുള്ള പർച്ചേസുകൾക്ക് ഒരാഴ്ചത്തേക്ക് 20% ഓഫറും ഉണ്ടായിരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 9656985000. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8020 രൂപ, പവന് 64,160 രൂപ. വെള്ളി ഗ്രാമിന് 106 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3497 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വകാര്യ യൂണിവേഴ്സിറ്റികൾക്ക് അനുമതി നൽകാനുള്ള തീരുമാനം വിദ്യാഭ്യാസ കച്ചവടത്തിനല്ല മേഖലയുടെ മികവിനാണ് പ്രാധാന്യം നൽകുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. KV അബ്ദുൽ ഖാദർ CPM ജില്ലാ സെക്രട്ടറി. പാർട്ടി ഏൽപ്പിച്ച ദൌത്യം ഉത്തരവാദിത്വത്തോടെ പൂർത്തിയാക്കുമെന്ന് KV അബ്ദുൽ ഖാദർ. സ്വകാര്യ സർവകലാശാല ബില്ല് തയ്യാറാക്കിയതായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി R. ബിന്ദു. നിലവിലുള്ള സർവകലാശാലകളുടെ നിയമങ്ങളെ കാലാനുസൃതമായി പരിഷ്കരിക്കുന്നതിനുള്ള ബില്ലും ക്യാബിനറ്റ് അംഗീകരിച്ചിട്ടുണ്ടെന്ന് മന്ത്രി. ഇന്ത്യയിലെ ആദ്യ വനിതാ സ്കൂബ ഡൈവിംഗ് ടീമിന്റെ പരിശീലനം പൂർത്തിയായി. ജലാശയ അപകടങ്ങളുടെ തോത് കുറയ്ക്കാൻ ബോധവൽക്കരണം തുടരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കൊടകരയിൽ പൂട്ടിക്കിടന്ന വീട്ടിൽ വൻ കവർച്ച. 50 പവനോളം സ്വർണ്ണാഭരണങ്ങൾ മോഷണം പോയി. മോഷ്ടാക്കൾ വീടിനകത്ത് കടന്നത് ജനൽ കമ്പികൾ അറുത്തുമാറ്റി. പെരുമ്പിലാവ് പൊതിയഞ്ചേരിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷത്തിനിടെ ആനയിടഞ്ഞു. ഐനിക്കുളങ്ങര മഹാദേവൻ എന്ന ആനയാണ് ഇടഞ്ഞത്. ആനയുടെ ചങ്ങലയിൽ കുടുങ്ങി ഇരുചക്ര വാഹനങ്ങൾക്ക് കേടുപാടുകൾ പറ്റി. ജില്ലയിൽ വ്യത്യസ്ത വാഹന അപകടങ്ങളിൽ 2 മരണം. മതിലകത്ത് കാറും ബൈക്കും കൂട്ടിയിടിച്ചും ചൂണ്ടലിൽ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ചും ബൈക്ക് യാത്രികർ മരിച്ചു. വേലുപ്പാടത്ത് കാട്ടുപന്നി ബൈക്കിന് കുറുകെ ചാടി ദമ്പതികൾക്ക് പരിക്കേറ്റു.
വടക്കാഞ്ചേരി തെക്കുംകരയിൽ കാന നിർമ്മാണത്തിൽ അശാസ്ത്രീയതയെന്ന ആരോപണം. പ്രതിഷേധവുമായി പ്രദേശവാസികൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.